അപ്പം ഞങ്ങൾ രാവിലെ എഴുന്നേറ്റു. ഞങ്ങളിന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാട്ടോ എഴുന്നേറ്റത്. അപ്പോൾ എഴുന്നേറ്റ് ഞങ്ങൾ ക്ലാസ് പോകട്ടെ. അപ്പോൾ എഴുന്നേറ്റിട്ട് പല്ലൊക്കെ തേച്ച് റെഡിയായി കേട്ടോ. അപ്പോൾ 3 സ്പോട്ടിൽ നമ്മൾ പോയിട്ട് വീഡിയോ എടുത്തതിന് ശേഷം നമ്മൾ നേരെ മലപ്പുറത്തേക്ക് ഈവനിങ്ങിൽ ഒരു രാത്രി ആകുന്നതിൻ്റെ മുമ്പേ മലപ്പുറത്ത് എത്താമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ പല പെട്രോൾ പമ്പിലും ചോദിച്ചു, പക്ഷെ ഒരു സ്ഥലത്ത് നടന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഇവിടെയുള്ള പെട്രോൾ പമ്പെല്ലാം കുറേയൊക്കെ ചെറുത്. പിന്നെ മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പെട്രോൾ പമ്പാണെങ്കിലും ചിലവരിതൊന്നും അനുവദിക്കത്തില്ല. അപ്പം അങ്ങനെ പ്രശ്നം കൂടെ ഉള്ളത് കൊണ്ട് കുറച്ച് നേരത്തെ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് പോയിട്ട് നേരെ മലപ്പുറം ഒരു രാത്രി ആകുന്നതിന് മുമ്പ് എത്തണം എന്നുള്ള പ്ലാനുണ്ട്. കയറാൻ പറ്റുമോ? കേരള വീഡിയോ എടുക്കുക. മൊത്തത്തില് ഹായ്. ഞങ്ങള് എന്താ പേര്? ഏട്ടൻ്റെ പേരെന്തേന്? പേര്? എൻ്റെ പേര് റോബിൻ. റോബിൻ ചേട്ടൻ എന്താ ഞങ്ങളെ ബോട്ടിലേക്ക് കയറുകയാണ്. ശ്രദ്ധിച്ച് കയറിട്ടോ, ശ്രദ്ധിച്ച് കയറേ. റോബിൻ ചേട്ടൻ ഞങ്ങൾ ബോട്ടിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ ഇന്ത്യ മുഴുവൻ കറങ്ങുന്നതാണ്. ബോട്ട് ഇറക്കി വീഡിയോ എടുക്കാൻ കഴിഞ്ഞു. ബോട്ടിൽ മീൻ ഇറക്കുന്നല്ലേ? ഇതാ 2 ദിവസമായിട്ട് ഇതിനകത്താ. ഞങ്ങള് കണ്ണൂര്. ഇത് തൊടാൻ പറ്റുമോ? കൊത്തു ഇത് ഫുൾ ഐസാ. പൈസ തുറക്കണം. ഫുള്ള് കാണാം. ഈ പുള്ളി ഓടിക്കുന്നേ സ്ട്രാങ്ക് അല്ലേ? ഇത് ഇതിൻ്റെ ഉള്ളിലല്ലേ? ഓ ഇതിൽ ഇറങ്ങാൻ പടിയാപ്പാ. ഇറങ്ങാൻ പറ്റുവാ? ഇത് ശരിക്കും ഷിപ്പല്ലേ? അല്ലല്ല, ഇത് ബോട്ട്, ഫിഷിംഗ് ബോട്ട്. ഫിഷിംഗ് ബോട്ടല്ലേ? ഇതിൽ ചവിട്ട്. ഓ കുഴപ്പമില്ല. നല്ല തണുപ്പുണ്ടാവില്ല. നിങ്ങൾ ചെരുപ്പിട്ടില്ലല്ലേ? അതാരും പറയുന്നത് ചെരുപ്പ് ഊരൊന്നും. അല്ല, അത് ബോട്ട് കയറാൻ വേണ്ടി. ഇത് പൊളിയാ കേട്ടാ. കിട്ടില്ല. ഇതിനകത്ത് മീൻ വെക്കും അല്ലേ?
മീൻ ഇറക്കി ഇപ്പോ. മീൻ ഇറക്കിയാ? ഒരു 7 ലക്ഷം രൂപ മീൻ ഉണ്ടായില്ലോ. 4 ലക്ഷം രൂപ മീൻ ഉണ്ട്. ഇതിനകത്ത് ഫുൾ ഐസ്. ഇത് ഫുൾ ഐസ് കിട്ടും അവിടെ. ഇതിനകത്ത് ഫുൾ ഐസ് അല്ലേ? ഇത് ഫുൾ ഐസ്. അപ്പൊ ഇതിനകത്ത് മീൻ വെക്കും. മീൻ വെച്ചിട്ട് ഇതിൽ ഐസ് എടുത്തിട്ട് ഇതിങ്ങനെ ഐസ് ഇടും നിലത്തിൽ സ്റ്റോർ ചെയ്യും. പുള്ളി ചേട്ടൻ വരണ ഷിബു. ഷിബു ഭയങ്കര സപ്പോർട്ടാണ്. ഇവരെല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. മീനുണ്ട് ഇവിടെ. ഇത് ഇന്ന് പിടിച്ച മീനല്ലേ? ഇത് ഇന്ന് പിടിച്ച് ഇതല്ലേ ഇന്ന് പിടിച്ച മീനാ ഗൈസ്. ഇപ്പം പിടിച്ചോണ്ട് വന്നേ ഫ്രഷ് സാധനം, ഫ്രഷ് മീൻ. ഇത് കിളി മറ്റേ ഇപ്പം പിടിച്ച ഫ്രഷ് സാധനം. അല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റും അല്ല? സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുമോ അവിടെ വന്നു കഴിഞ്ഞാൽ? അതെ അല്ലേ? ഇതൊരാളെ കൂട്ടാമീനാ പൊരേലിക്കുള്ളൂ. ഞങ്ങളിങ്ങനെ ഇന്ത്യ മുഴുവൻ കറങ്ങുന്നതാണ്. ഞങ്ങളിപ്പം കോഴിക്കോട് വിടാൻ പോവാ, നേരെ മലപ്പുറത്തേക്ക്. ഇനി റോറോസ് എന്ന് പറഞ്ഞിട്ട് ചാനൽ, റോറോസ്. ഇനി വേറെന്താ ഉള്ളേ? കിച്ചൺ ഉണ്ട്, ചോറൊക്കെ. ഇത് അത് ഇതാണ് ഞങ്ങളെ കട്ട ചങ്ങാതി. ഇതാണ് ബോട്ടിന്റെ ബീലോസ്. ഇതാണ് നമ്മുടെ ബോട്ടിലെ തൊഴിലാളി. ഒന്ന് ഓടിക്കാൻ സ്രാങ്ക, ഇത് വയർലെസ് അല്ലേ? അതെങ്ങനെയാ? അതില് കേൾക്കുമല്ല? ഗിയർ. ഇതെന്തുവാ സാധനം? ഇതില് മോണിറ്റ് ഇത് ബോട്ട് പോണ ദിശ അറിയാൻ വേണ്ടി. അതല്ലേ? ഒരു കിടുവോ കേട്ടോ, ഒരു രക്ഷയില്ല. എഞ്ചിൻ റൂമിൽ പോവാ അല്ലേ? കറി ടേസ്റ്റ് ചെയ്യാൻ വേണ്ട കുറച്ച് ടേസ്റ്റ് ചെയ്യാം. ബൈ ടേസ്റ്റ്. ഇവിടെ ഇതില് വെച്ച കറി ആട്ടോ, ഇവര് വെച്ച ടേസ്റ്റ് കറി. പൊളി. ഇപ്പൊ പിടിച്ച ഫ്രഷ് മീനല്ലേ ഇത്? ഫ്രഷ് മീനോ? അപ്പൊ നമ്മുടെ അടുത്തൊക്കെ വരുന്ന എങ്ങനെയായിരിക്കും? എന്തായാലും ആളെയൊന്നും പറയണ്ട. അതെ അല്ലേ? അതെ അല്ലേ? ഇത് ഇവര് ഇതിനകത്ത് ജോലി ചെയ്യുന്ന ഇത് ഇതിനകത്ത് തന്നെ താമസിക്കുന്ന ഇവര്. പോളി. മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്, എല്ലാം ഉണ്ട്. ഫുള്ള് ലൈറ്റ് എല്ലാം ഉള്ളതിനെ കൊണ്ടേ പോരാ. മൊബൈൽ ചാർജ് ചെയ്ത് അവരുടെ വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യാ, ടിവിനെ കാണാ, എല്ലാ പരിപാടി. അച്ഛനും അമ്മനെല്ലാം വീഡിയോ കോൾ ചെയ്ത് ഫോൺ ചെയ്ത് സംസാരിക്കുക. ഇതെന്താ ഈ റോപ്പ്? ഈ റോപ്പ് വലയിലിട്ട് കണ്ട് കളക്കുന്നത് വെള്ളത്തിലേക്ക്. കറി പൊളിയേ. സൂപ്പർ കറി കേട്ടാ. അച്ഛാ റൂമിലേക്ക് ജനറേറ്റർ. ആ ജനറേറ്റ് ഇതിനുള്ളിൽ വെള്ളത്തിന്റെ ടാങ്ക് ഉണ്ട്, ഡീസലിന്റെ ടാങ്ക് ഉണ്ട്. നമ്മൾ ഇത്രയും കൂടുതൽ ദിവസം നിൽക്കാനുള്ള ഡീസൽ കപ്പാസിറ്റി ഉണ്ട്. 10,000 ടാങ്ക് ഡീസൽ ഉണ്ട്. 14 ലിറ്റർ വെള്ളം കൊള്ളാനുള്ള കപ്പാസിറ്റി. എത്ര ദിവസം ഉണ്ടാവും?
ബോട്ട് മീനിനനുസരിച്ച് മിനിമം എന്നാലും ഒരു 8 ദിവസവും കടലിൽ തന്നെ പുറം കടലിൽ. പിന്നെ അവിടെ ബോട്ടുകാരായിട്ട് കോൺടാക്ട് ചെയ്യാൻ നേരത്തെ പറഞ്ഞ വയർലെസ് സീഫോൺ സംഭവമൊക്കെ ഉണ്ടല്ലേ. അപ്പം ഒരു ദിവസം നമ്മൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റുമോ കൂട്ടത്തിൽ? പോയി കഴിഞ്ഞാൽ ഛർദി വരുമ്പോൾ ഇവിടെ മീൻ കുടുങ്ങുന്ന സമയത്ത് നിങ്ങളെ ഛർദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടാൽ ചിലപ്പോൾ ബോട്ട് കരക്ക് വരേണ്ടി വരും. അവർ പണി മുടങ്ങും. അങ്ങനെ സീനുണ്ടല്ലേ? ഈ കടൽക്കൊമ്പനും കടൽ മാക്രൊക്കെ ഉണ്ടല്ലേ, അവരില്ലേ അറിയില്ലേ? അതെ അറിയാം. കടൽ മച്ചാന്മാര്, കടൽ മച്ചാന് അവരൊക്കെ ഈ മുറമ്പം ഭാഗത്തുള്ള ആളുകളാണ്. അപ്പൊ അവർക്ക് ഇതിനായിട്ട് കടലിൽ പോയി ശീലമുള്ളതാണ്. ഒരു 10 ദിവസം 14 ദിവസമൊക്കെ കടലിൽ പോയിട്ട് അവിടുത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് അവർ ഇതിൽ ഇടുന്നത്. അങ്ങനെയാണ് അവർ പൈസ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിന്റെ സ്മെല്ലടിച്ച ഛർദിക്കാൻ സാധ്യതയുണ്ടല്ലേ? പിന്നെ കടലിന്റെ ഈ ഫ്രഷ് ആവുമ്പോ വയറൊക്കെ ഇളകിയിട്ട് അത് ശീലമില്ലാതെ വരും. പക്ഷെ ഇവരുടെ നല്ല കമ്പനി കേട്ടോ, അമ്പം കമ്പനിയാണ് ഇവരൊക്കെ, ഒട്ടുക്കൊത്ത കമ്പനി. കഴിഞ്ഞതിൽ പരിക്ക് ചെറിയൊരു പരിക്ക് പറ്റിപ്പോയി ബോട്ടിൽ സംഭവിച്ചിട്ട്. ഇതിങ്ങനെ പോയിട്ട് കടലിൽ ആടുന്നല്ലേ? അപ്പം വണ്ടി പോകുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ ആളുണ്ടാവും. മീൻ കിട്ടിയ മീൻ ഐസ് ചെയ്യാൻ അന്നേരം ബോട്ടെല്ലാം കടലിൽ ഓടിക്കൊണ്ടിരിക്കുമല്ലേ. ഈ മെഷീന്റെ ഉള്ളില് അല്ല, ഇതിനുള്ളിലല്ല, മറ്റേ അതിന്റെ ഉള്ളിലല്ലേ? അപ്പൊ കിട്ടുന്ന മീൻ ഈടുന്ന നേരം അങ്ങോട്ടേക്ക് മാറ്റും. മീൻ ഓരോ സെക്ഷനാണ്. ഓരോ സെക്ഷൻ, ഓരോ മീൻ ഓരോ സെക്ഷൻ. അയല വേറെ, അങ്ങനെ അതിൽ ഓരോ കളികളിൽ അയല വേറെ, കിളി വേറെ, അങ്ങനെ മാറ്റും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, പൊളിയല്ല. അപ്പൊ ഇത് പോയിട്ട് വന്നതാ. ഇപ്പൊ എത്ര ദിവസം കടലിൽ സ്റ്റേ ചെയ്തായിരുന്നു? 6 ദിവസം അല്ലേ? 6 ദിവസം നിന്നിട്ട് തിരിച്ചു വന്നു. അവിടെയുള്ള ആ കട്ട ഐസ് ക്രഷറിലിട്ട് പൊടിച്ചിട്ട് നേരെ ഇതിലെ സ്റ്റോറിലേക്ക് കൊണ്ടുവരും. സ്റ്റോറിലേക്ക് ഇറങ്ങും. അതല്ലേ? അപ്പൊ പൊളിയാ കേട്ടോ, ഒരു രക്ഷയില്ല. കാരണം ഇഷ്ടംപോലെ ഉണ്ടല്ലേ ഇവിടെ ബോട്ടുകൾ. പോയില്ല, പോയില്ല. ഇല്ല, അങ്ങോട്ട് പോയില്ല. ഇല്ല, ഏത് അങ്ങോട്ട് പോണോ? അവിടെയാ ജങ്കാർ ഉണ്ടാവില്ല. ജങ്കാർ ഈ അതാ കാണണം. ജങ്കാർ അതാ. ജങ്കാർ എന്ന് പറയുന്നത് എന്നാ? ജങ്കാർ ഇവിടുന്ന് അങ്ങോട്ട് പാസ് ചെയ്യാന് കാറൊക്കെ പോയില്. ആണോ? അപ്പൊ നമ്മളിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അതിന് കയറി പോകാൻ പറ്റുമോ? തിരിച്ചിങ്ങോട്ട് കൊണ്ടാക്കോ? കടലാക്രമണം കൊണ്ട് അവിടെ ജെട്ടി പൊളിഞ്ഞു. ഇതുപോലെ സ്ലോപ്പുള്ള സ്ഥലം അവിടെ. ഇങ്ങോട്ടും വരും. അല്ല, കാറും കൊണ്ട് അതിൽ അങ്ങനെ പോയി കാണത്തില്ല. എങ്ങനെ അതിൽ അങ്ങനെ കറങ്ങി പോകാൻ പറ്റില്ല? കടലാണ്, നടുക്ക് കടലാ, ഒരു രക്ഷയില്ലല്ലേ? രണ്ട് സൈഡാ. പിന്നെ ഇതിലേ കറങ്ങി ഫറോക്ക് വഴിയിലേ കറങ്ങി അവിടെ ഈ ആർമലെത്തണതാ. ആ ബോട്ടൊക്കെ കിട്ടിയിട്ടില്ലേ? അവിടെ ഒരു 100-150 ബോട്ടുകളുണ്ടാവും. എന്റെ പൊന്നെ, അവിടെ മീൻ്റെ കച്ചവടമൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ. അതെ അല്ലേ? നിങ്ങളൊരു 10-15 മിനിറ്റ് കൊണ്ട് വണ്ടി ഓടിച്ചെത്തിയാൽ അവിടെ എത്തും. അത് എയിലേ പോകണ്ടേ? അതിലെ പോയിട്ട് ഇതിലെ ചാലത്തിൽ നിങ്ങൾ കട്ട് ചെയ്ത് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കരിന്തിരുത്തി ഒരു പാലുണ്ട്. ആ പാലം കയറി ഫറോക്ക് കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചെറുനൂർ വഴി എന്താ ഗൂഗിൾ മാപ്പിൽ അടിച്ചിട്ട് കിട്ടുമോ? ബേപ്പൂർ ഫിഷിംഗ് ഹാർബർ അടിച്ചേ. ബേപ്പൂർ ഫിഷിംഗ് ഹാർബർ അല്ലേ? ഓക്കെ. കാറായിട്ട് വന്നേ? കാറായിട്ട് വന്നേ. ബ്ലോക്ക് ഉണ്ടാവില്ല അവിടെ പാലത്തിന് പണിക്ക്. അത് കുഴപ്പമില്ലല്ലേ? കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് പോയി കാണാം. അവിടെ പോവാ. അത് പൊളിയല്ലേ? അത് പൊളിയല്ലേ? അത് ഇതിനെക്കാട്ടി ഇതിപ്പോ ഒറ്റ ബോട്ടിലുള്ളൂ. അവിടെ 100-150 ബോട്ടുണ്ടോ? എന്നാ പിന്നെ അങ്ങോട്ട് പോവാ അല്ലേ? അങ്ങനെ പോട്ടെ ഏട്ടാ. മീനൊക്കെ ഉണ്ടോ അവിടെ? നേരെ അങ്ങോട്ട് വിടാം അല്ലേ? അപ്പം ഇവരെല്ലാം നല്ല കമ്പനിയാണ് കേട്ടോ, നല്ല കമ്പനി, അടിപൊളിയാണ്, നല്ല ഫ്രണ്ട്ലിയാണ് ഇപ്പോൾ ഇവിടെയുള്ള എല്ലാവരും. അപ്പോൾ എല്ലാവരും ശരി എന്നാല് ശ്രദ്ധിച്ചേ. പോട്ടെ ഏട്ടാ, ഇവിടെ നിന്ന് ഇറക്കി തരണേ. കയറിനെക്കാട്ടി സേഫ്റ്റി ഇതാണ്. അതെ, നിങ്ങൾ പിടിച്ചാണ്. നല്ല പേടിച്ചൊന്നും വേണ്ട കേട്ടോ. ചുറ്റുമില്ലായിട്ട് കാല് കയ്യിൽ പൊട്ടുന്നു. അപ്പോൾ അതാ പേടി. വെള്ളത്തിൽ വീണാൽ നമ്മൾ മൂന്നാമത്തെ കുടിക്കില്ല. അങ്ങനെ ചില്ലറ കഷ്ടപ്പാടൊന്നുമല്ല. ഏത് പിടിച്ചോ? രക്ഷപ്പെട്ട്. ഓക്കെ എന്നാല് താങ്ക്സ് ചേട്ടാ, താങ്ക്സ്. ഓക്കെ, കിടുക കേട്ടോ, ഒരു രക്ഷയില്ല. ഓക്കെ.
പേരെന്തിയേ? ആ ഇത് ഫുള്ളായിട്ട് എടുക്കാം. അപ്പം നമ്മൾ അവരുടെ കൂടെ പോയിട്ട് ബോട്ടിൽ നിന്ന് വീഡിയോസൊക്കെ എടുത്ത് പൊളിയോ കേട്ടോ. അവർ ഭയങ്കര സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ട്, വേറെ ലെവല്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, വമ്പ സപ്പോർട്ടാണ് കേട്ടോ. ആ പൊളി, നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല അല്ലേ? അയ്യോ, എനിക്ക് അവിടെ പോയിട്ട് മീൻകറിയൊക്കെ തോന്നുന്നു. പൊളി ഇടുക കേട്ടോ, സൂപ്പർ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബേപ്പൂർ ഹാർബറിലാട്ടോ. ബേപ്പൂർ ഹാർബറിലാട്ടോ ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഇന്ന് ഹാർബറിലെ വിശേഷങ്ങൾ കാണാം. പൊളിയാ. ഇന്നുകൊണ്ടെന്നാ ചേട്ടാ? അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ? കോഴിക്കോടത്തെ ബേപ്പൂർ ഹാർബർ. ഇതിപ്പം വന്ന് മീന ഇപ്പം വന്നാ
ലേശം കറുപ്പില്ലേ ലേശം വെളുപ്പില്ലേ ഞാനോ അല്ല ഇതെന്ത് മീനത്? കൗവയാ? ആ ഇത് കടൽ തവളയാ? പല സ്ഥലത്ത് പല പേരാണ് തവളാണ് വലുതായാലും പേരാണ് പുറത്തുള്ള തവളല്ലേ കടൽപ്പാമ്പനൊക്കെ പറയില്ലേ കടലിലത്തെ തവള. കടൽ തവള അല്ലേ? റോറോസ്. ഇതിന് പേരെന്താ പറയാ? കണ്ണൂർ എന്താ പറയാ? ഓരോ നാട്ടിൽ ഓരോ രീതിയാണ്. തവളാണ് പല പേരും പറയുന്നുള്ളൂ. കടൽ തവള അല്ലേ? തവളാണ് പൊളിയാണ്. തവളയുടെ ഒരു പല പേരും പറയുന്നുള്ളൂ. ഇന്ന് ഇതാ ഫുള്ള് കിട്ടിയത്. അയിലന്റെ പേര് മാത്രമേ കൊൽത്താക അയില, ബാക്കി എല്ലാ മീനിനും വ്യത്യാസമുണ്ട്. അയില എല്ലാ ഭാഗത്തും അയില തന്നെ, അല്ലാതെ ബാക്കി എല്ലാ മീനിനും വ്യത്യാസമുണ്ട്. ഇത് നിങ്ങളുടെ ബോട്ടാ? ഇത് നിങ്ങളുടെ ബോട്ടാ? നിങ്ങൾ പിടിക്കാൻ പോന്നെയാ? ആ ഓ അത് അടുപ്പിച്ച് വെച്ചേക്കുന്നതല്ലേ? കണ്ണൂര് ആ. അപ്പോൾ പേര് മാറ്റം ഉണ്ടാവും സാർ. പേര് മാറ്റം ഉണ്ടാവും അല്ലേ? എല്ലാ മീനിനും പല സ്ഥലത്തും പല പേരാണ്. അതെ പല പല പേരാണ്. അതെല്ലാ കാര്യത്തിലും പകരാണല്ലോ. അതെ നമ്മളവിടെ കർമ്മസാർ നമ്മളവിടെ പപ്പായാന്ന് പറയും, അല്ല കമ്പങ്ങാന്ന് പറയും. ഇതിങ്ങനെ ഐസ് പൊടിച്ച് കയറ്റി വിടും അല്ലേ? സ്റ്റോർ ചെയ്യും. അങ്ങോട്ടേക്ക് അല്ലേ? അങ്ങോട്ടേക്ക് പോവാം അല്ലേ? ഓക്കെ. പൊളി എന്ന് പറഞ്ഞാൽ പൊളിയാണ്. ഹാർബറിൽ ഇത് ഫുള്ള് ഹാർബർ തന്നെ. ഇത് ഫുള്ള് ഇങ്ങനെ ചേട്ടാ, അത് ഫുള്ള് കമ്പോ സെറ്റപ്പാണ്. അപ്പം നമ്മൾ ബേപ്പൂര് എന്നാടിയ പോയ ഹാർബർ, ബേപ്പൂര് ഹാർബറിന് ശേഷം നമ്മളിവിടെ പുലിമുട്ട് ബീച്ചിൽ വന്നിട്ടുള്ളത് കേട്ടോ. പുലിമുട്ടാണോ? പുലിമുട്ടല്ലേ? പുലിമുട്ട് ബീച്ചിൽ വന്നിട്ടുള്ളത് ഞങ്ങൾ. ഹാർബറിൽ പൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല അടിപൊളി കട്ടയ്ക്ക് സപ്പോർട്ട് പൊളി ഫയമ്പോ സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് നേരെ പുലിമുട്ട് ബീച്ചിൽ. ബീച്ച് പുലിമുട്ട് ബീച്ച്. എവിടെ പോയാലും ഉപ്പിലിട്ടുണ്ട് കേട്ടോ. ഉപ്പിലിട്ട് കാണുമ്പോൾ ഒരു സൈഡ് വലിയ അല്ലേ? സൈഡ് വലിയല്ലേ? ഇത് പുലിമുട്ട് ബീച്ച് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ചാട്ടോ പുലിമുട്ട്. ആപ്പിൾ വരെ ഇവിടെ ഉപ്പിലിട്ടുണ്ട്. എവിടെയെങ്കിലും നടക്കാൻ പറ്റുന്നയാ? മറ്റേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടലിൽ കൂടെ നടക്കാൻ പറ്റുന്നേ? ഇവിടുന്ന് നേരെ എങ്ങനെയാ അങ്ങോട്ടേക്ക് നടന്നു പോയിന്നേ? അതെ അല്ലേ? നടന്നു പോവാ. ഇതാട്ടോ ഇതിലൂടെ നടക്കാൻ പറ്റും. ഇതിൻ്റെ പേരാണ് പുലിമുട്ട് ബീച്ച്. ആര്? ഇതാണ് പുലിമുട്ട് ബീച്ച്.
ഇതാണ് നടക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ നടക്കുക. ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ. ഇവിടെ പണി നടക്കുന്നുണ്ടല്ലേ. ഞങ്ങൾ നടക്കുന്നു, ഇവിടെ പണി നടക്കുന്നു. പൊളി. ഇവിടെ കുറേ സെയിലാക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു കേക്ക് അടി. ഞങ്ങൾ കേക്ക് വാങ്ങി കേട്ടോ. ഇനി കേക്ക് കയറ്റാം. കേക്ക് അതാണ് ഞങ്ങൾ കേക്ക് വാങ്ങി. സാധാരണ കേക്ക് ഒരെണ്ണം മറ്റേ നീളമുള്ള അത് അടി കേക്ക്. ഒരു പകുതി അടി. പൊളിയാട്ടോ. ഇവിടെ ഒരു ചേട്ടൻ നെറ്റ് തിന്നുക. വല തിന്നുവാണ് കേട്ടോ. ചേട്ടൻ വള്ളത്തെ പോന്നേ. ആ ചേട്ടൻ്റെ വെള്ളോ തോണിയില്ലല്ലേ. ഇപ്പം പോവാനാ? മീനെടുക്കാൻ ആളില്ല. എല്ലാരും ഹാർബറിൽ അവിടെ പോയി എടുക്കുന്നല്ലേ. അല്ല കച്ചവടക്ക മീൻ അക്കരാൻ പിടിക്കല്. ഹോട്ടല് ഹാർബർ. ചേട്ടൻ വൈകിട്ടാ പോക്ക്? ഇവിടുന്ന് ഇപ്പോഴാരും പോക്കില്ല. വ്യാഴാഴ്ച പോയി നിർത്തി വെച്ച. ഇതിന്റെ പേരെന്നാ? പുലിമുട്ടാ? പുലിമുട്ട് ബീച്ച് അല്ലേ ഇത്? പുലിമുട്ട് ബീച്ച് ഇതാണ്ടോ നടക്കുന്ന ഇതാട്ടോ നടവഴി, നടപ്പാത അല്ലേ. പൊളിയാട്ടോ. നോക്കിയാ അപ്പം കുയിസ് ഞങ്ങളങ്ങനെ പുലിമുട്ട് ബീച്ചിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നോക്കടി അങ്ങോട്ട് നോക്ക്, ഒരുപാട് ദൂരമുണ്ട് കേട്ടോ. നോക്കിയേ, ഇത് കടലിന് നടുക്കോടെ. ഇത് പൊളി. നോക്കിയിട്ട് കടലിന് നടുക്കോടെ. ഇത് ടൈം റാപ്പ് ഇടാലടി. നടുക്ക് പാലം പൊളിയാ കേട്ടോ. ഇത് വേറെ ലെവല്. ഇവിടെയൊക്കെ രാത്രി വന്നിരിക്കാൻ പൊളിയായിരിക്കും കേട്ടോ. പുലിമുട്ട് ബീച്ച് കോഴിക്കോട്. ഇത് ഭയങ്കര ഫേമസ് ആട്ടോ ഈ പുലിമുട്ട് ബീച്ച്. കണ്ടോ, രാത്രി വൈകിട്ട് ഈവനിങ്ങിനൊക്കെ വന്ന് നിൽക്കാൻ പൊളിയായിരിക്കും. ഇത് പിന്നെ ഫുള്ള് ലൈറ്റൊക്കെ കത്തിങ്ങ സെറ്റപ്പ്. ഞങ്ങളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ പുലിമുട്ട് ബീച്ച് കണ്ടോ. പുലിമുട്ട് ബീച്ചിൽ കൂടെ ഞങ്ങളിങ്ങനെ ഒലാത്തുകയാണ്. ഇതെന്നാ പുലിമുട്ട് ബീച്ച്. ഇതൊരിക്കൽ തിരമാല അടിക്കുന്ന നോക്കിയേ. അയ്യോ, ഇതിവിടെ എത്തി. ആ സെറ്റപ്പ് അല്ലേ, പൊളി. കിടുക കേട്ടോ, ഒരു രക്ഷയില്ല. കോഴിക്കോട് വരുന്നവർ തീർച്ചയായിട്ടും വരേണ്ട ഒരു ബീച്ചാട്ടോ പുലിമുട്ട് ബീച്ച്. പുലിമുട്ട് അടിപൊളി, പൊളി പൊളി. ഞങ്ങളങ്ങനെ ഒലാത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വൈബാണ് കേട്ടോ. പൊള്ളി ലുക്ക് എന്ന് പറഞ്ഞാൽ പൊളിയാണ്. ഇവിടെ ചെറിയ വെള്ളം, ചെറിയ തോണിയിലൊക്കെ വന്ന് പിടിക്കുന്നവരുണ്ടല്ലോ. അടി നോക്കടി, തിരമാലയൊക്കെ അടിച്ച് കയറി വരികയാണ്. തിരമാലയ്ക്കൊന്നും ഒരു കൺട്രോൾ ഇല്ലല്ലോ. അടുത്തല്ലേ, പൊളി. ഞങ്ങൾ മലപ്പുറം നേരത്തെ എത്തണമെന്ന് വിചാരിച്ചത്, പക്ഷെ ഇങ്ങനത്തെ നേരത്തെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരി ബ്ലോക്ക് തന്നെ.
മലപ്പുറത്തുനിന്ന് വിടും. മലപ്പുറത്ത് 3 സ്പോട്ട് ഞങ്ങൾ കവർ ചെയ്യും. അതിനുശേഷം ഞങ്ങൾ നേരെ മലപ്പുറത്ത് നേരെ പാലക്കാടിലേക്ക് പോകും. പിന്നെ അതിനുശേഷം അവിടുന്ന് നേരെ ഞങ്ങൾ പാലക്കാട് നിന്ന് 3 സ്പോട്ട് കവർ ചെയ്തതിന് ശേഷം നേരെ തൃശ്ശൂർക്ക് പോകും. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണ് വീണ് പോയിട്ട് ഒരു കാറ് കയറി കേട്ടോ, വണ്ടി കയറി മൊത്തം പൊട്ടി ഒരു വല്ലാതെ തകർന്നു പോയായിരുന്നു മൊബൈല്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എത്രത്തോളം നമുക്ക് അറിഞ്ഞുകൂടാ, എന്നാലും നമ്മൾ ഇതൊക്കെ വെച്ച് നമ്മൾ പോവുക കേട്ടോ. മൊബൈലിൻ്റെ ആപ്പാടെ കണ്ടീഷൻ ഭയങ്കര പോക്കാം. മൊബൈൽ എന്ത് ചെയ്യും, മൊബൈൽ നിർത്തുക ആക്ച്വലി കണ്ട മൊബൈല് മൊത്തം പൊട്ടി. ഇത് കണ്ട അതിന്റെ ബാക്ക് മൊത്തം പൊട്ടി. ഫ്രണ്ട് കണ്ട റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ചേക്കുക. ഭയങ്കര ദുരന്തമായിട്ടുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ അത്. ഞങ്ങൾ ആപ്പാടെ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ ഭയങ്കര വല്ലാണ്ട് പെട്ടുപോയി. ഭയങ്കരമായിട്ട് പെട്ടുപോയി ഞങ്ങൾ. കാരണം നമ്മൾ ഒന്നാമത് മൊബൈൽ മിസ്സായിപ്പോയി. ഒരു 10 കിലോമീറ്ററിന് അപ്പുറം എത്തിയപ്പോഴാണ് നമ്മൾ മൊബൈലിൻ്റെ കാര്യം ഓർമ്മ വരെ വന്നത്. വേറെ പോക്കറ്റിൽ നിന്ന് വീണുപോയി, ഈ ട്രൗസറിൻ്റെ പോക്കറ്റിൽ വീണ് പോയിട്ട്. എന്നിട്ട് പിന്നെ തിരിച്ചു പോയി നോക്കുമ്പോൾ ഈ കാറ് കയറി മൊത്തം ചമ്മന്തിയായിപ്പോയി, പൊട്ടി. പിന്നെ എങ്ങനെയൊക്കെ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞുകൂടാ, പക്ഷെ നമ്മൾ ഒരു യാത്ര തുടങ്ങിയത് കൊണ്ട് അതങ്ങനെ നമ്മൾ പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഭയങ്കര വിഷമത്തിലാണുള്ളത്. പക്ഷെ വിചാരിച്ച രീതിയിലൊന്നും അല്ല കാര്യങ്ങൾ പോയത്. അതുകൊണ്ട് നമുക്ക് വേറെ മൊബൈൽ വാങ്ങാനുള്ള ഒരു ഇതൊന്നും ഇല്ല ഇപ്പം നിലവിൽ. അതുകൊണ്ട് ഭയങ്കര സീനാണ്. എന്താ പറയുക, എന്താണെങ്കിലും ഞങ്ങൾ തുടങ്ങിയ യാത്ര ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. നോക്കാം എവിടം വരെ പോകുന്നു. നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. പോകുന്ന വഴിക്ക് കുറേ പേര് നമ്മളോട് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയുന്നുണ്ട്, അങ്ങനെ നമ്മളോട് സംസാരിക്കാനൊക്കെ വരുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ മലപ്പുറത്ത് നിന്ന് കാണാം. മലപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്ക് ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചേക്കാം. അപ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ മലപ്പുറത്ത് നിന്ന് കാണാം. ഓക്കെ, അതിനുശേഷം ബാക്കിയുള്ള ജില്ലക്കാർ ഏതായിരുന്നത് പാലക്കാടുള്ളവരും തൃശ്ശൂരുള്ളവരും തീർച്ചയായിട്ടും ബന്ധപ്പെടാൻ പറ്റുമെങ്കിൽ ഒന്ന് ബന്ധപ്പെടണേ. കാരണം വെച്ചാൽ നമ്മുടെ മൊബൈലൊക്കെ ആകെ സീനായി കിടക്കുകയാണ്. ബന്ധപ്പെടാൻ പറ്റുമെങ്കിൽ ഒന്ന് ബന്ധപ്പെടുക. പറ്റുന്ന പോലെയൊക്കെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, എന്തായാലും തുടങ്ങിപ്പോയില്ലേ. ഓക്കെ.